ഒരാൾ നേരെ പപ്പിയുടെ അടുത്തോട്ട് വെച്ച് പിടിക്കുന്നത് കണ്ടോ? സംഭവം സ്നേഹപ്രകടനം തന്നെയാണ്. പക്ഷേ പപ്പിക്കുട്ടൻ്റെ പ്ലേറ്റിൽ മിച്ച് വിരിക്കുന്ന ചോറ് തിന്നോട്ടെന്ന് പെർമിഷൻ ചോദിക്കുന്നതാണ് അത് പൂച്ചമ്മ. ആണ്. രണ്ടുപേരും കുറച്ച് വർത്താനമൊക്കെ പറയും. പപ്പിക്കുട്ടനായിട്ടുള്ള കുശലത്തിന് ശേഷം പയ്യെ നൈസായിട്ട് സോപ്പിട്ട് ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് പോകും. പപ്പിക്കുട്ടനും കൂടത്ത് ചെല്ലും. അവൻ്റെ പാത്രത്തിൽ തലയിട്ട് വെച്ച് വിരിക്കുന്ന ചോറോ, പപ്പിക്കുട്ടൻ അങ്ങനെ ചോറ് ഫുള്ളായിട്ട് ഒറ്റയടിക്ക് തിന്ന് തീർക്കുന്നില്ല കേട്ടോ. കൊടുക്കുന്ന ഫുഡ് എന്താണെന്നുണ്ടെങ്കിലും ചിക്കൻ്റെ കാലൊഴിച്ച് ബാക്കിയെല്ലാം പെട്ടെന്ന് പുള്ളി തിന്നത്തില്ല. അപ്പോൾ അവളവിടെ പോയി നിന്ന് തിന്നും. അവനവിടെ പോവും. തിരിച്ച് നിന്ന് ഇങ്ങോട്ട് നോക്കും. ഇങ്ങോട്ടാരും വരത്തില്ല, നീ ധൈര്യമായിട്ട് നിന്നോടി എന്നുള്ളൊരു ആരിലോട്ട് പപ്പുകൂട്ടം തിരിച്ചു വന്ന് നിൽക്കും. പൂച്ചമ്മയുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ അപ്പുറത്ത് മാറി ഇരിക്കത്തുള്ളൂ കേട്ടോ. അവരെ അങ്ങനെ അടുപ്പിക്കത്തൊന്നുമില്ല. പുള്ളി ഭയങ്കര കൂളാണ്. സൗഹൃദവും ഫുഡ് അടിയൊക്കെ കണ്ടിട്ട് പറമ്പിലോട്ട് നോക്കിയപ്പോൾ ആണ്ട മരച്ചല്ലായിരുന്നൊരു പുള്ളി ഭയങ്കര പരിപാടിയാണ്. ഇനിതാ ആ മരം തീർക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കുറേ സമയമായി. ഒരു ചുള്ളിക്കമ്പിട്ട് ഓടിക്കാനായിട്ട് ഭയങ്കര പാടുകൂടുക. പച്ചക്കമ്പ് തന്നെയാണ് ഓടിക്കുന്നത്. അത് ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ കമ്പ് പ്രത്യേകമായിട്ട് വന്ന് ഓടിച്ചുകൊണ്ട് പോകും കാക്ക. കൂടെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. 2 ദിവസമായിട്ട് 3 തച്ചിൻ്റെ പണിയാണ് പുള്ളി പണിയുന്നത്. പണി കണ്ടിട്ട് ഒരു 10-2000 സ്ക്വയർ ഫീറ്റിൻ്റെ കൂടാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കയറി താമസം നമ്മളെ വിളിക്കുമായിരിക്കും. പോവാ തൊട്ടപ്പുറത്ത് ആനിയെ തന്നെ കേട്ടോ കൂടെ ഉണ്ടാക്കുന്നത്. എല്ലാ വർഷവും വീടും ചുറ്റിപ്പറ്റി 2-3 കാക്ക കൂടെ ഇങ്ങനെ വരാറുണ്ട്. ഇതും പറഞ്ഞ് മുകളിലോട്ട് നോക്കിയപ്പോൾ മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും. നിങ്ങളുടെയൊക്കെ നാട്ടിൽ നല്ല ചൂടല്ലേ? എന്നാൽ മഴ പെയ്തതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊരു വീഡിയോ നാളെ ചെയ്യാവേ. പോട്ടെ, ടാറ്റ. Goodbye. Wait. Wait. Okay.